നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡന കേസിൽ നടനും MLA-യുമായ മുകേഷിനെതിരെ കുരുക്കുമുറുകുന്നു. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കൊച്ചി മരടിലെ മുകേഷിന്റെ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തി. പരാതിക്കാരിയായ നടിയും അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. പരാതിക്കാരിയായ നടിയിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. കൊച്ചി മരടിലെ ഈ ഫ്ളാറ്റിലെത്തിച്ചാണ് തന്നെ പീഡിപ്പിച്ചതെന്ന് മരട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നടി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരടിലെ ഫ്ളാറ്റിലെത്തി തെളിവ് ശേഖരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കഴിഞ്ഞ ഒരു ദിവസം മുൻപ് കൊച്ചി മരടിലെ ഫ്ളാറ്റിലെത്തിയെങ്കിലും അന്ന് ഫ്ളാറ്റിന്റെ വില്ലയുടെ താക്കോൽ നൽകാൻ മുകേഷ് തയ്യാറായിരുന്നില്ല. ഇതോടെ ഏറെ നേരം നിന്ന അന്വേഷണ സംഘം അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. അതിന് പിന്നാലെയാണ് അതിരൂക്ഷമായ വിമർശനം മുകേഷിനെതിരെ ഉയരുന്നത്. അന്വേഷണ സംഘത്തോട് മുകേഷ് നിസ്സഹരിക്കാൻ തുടങ്ങിയതോടെ തന്നെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇതിനു പിന്നാലെ മജിസ്ട്രേറ്റിന് മുന്നിൽ യുവനടി രഹസ്യമൊഴി നൽകി. രഹസ്യമൊഴിയിൽ അതിരൂക്ഷമായ ആരോപണമാണ് മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരെ ഉന്നയിച്ചത്. ഇതോടുകൂടിയാണ് മുകേഷിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഒരു പെൺകുട്ടിയുടെ രഹസ്യമൊഴിയെ കൃത്യമായി തെളിവായി കണക്കാക്കി മുകേഷിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതുമാത്രവുമല്ല, മുകേഷിനെ കൈവിട്ടില്ലെങ്കിൽ കൂടി നിയമ നടപടികളുമായി സഹകരിക്കണമെന്ന് സർക്കാർ തന്നെ മുകേഷിന് നിർദ്ദേശവും നൽകി. കഴിഞ്ഞ ദിവസം മുകേഷിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. മുകേഷ് എന്ന CPM നേതാവിനെ MLA കൈവിടില്ല. ഇപ്പോൾ മുകേഷ് MLA സ്ഥാനം രാജിവെച്ചാൽ പിന്നീട് അഗ്നിശുദ്ധി വരുത്തുമ്പോൾ തിരികെ വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിലവിൽ MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്നത്. അതുമാത്രവുമല്ല, നിലവിലെ സാഹചര്യത്തിൽ കൊല്ലം MLA സ്ഥാനം മുകേഷ് രാജിവെച്ച് മാറുകയാണെങ്കിൽ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് വിജയിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയില്ല എന്ന തിരിച്ചറിവും CPM-നുണ്ട്. അപ്പോൾ കയ്യിലുള്ള ഒരു MLA സ്ഥാനം ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പേരിൽ കളയണ്ട എന്ന നിലപാട് തന്നെയാണ് CPM-നുള്ളത്. ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. EP ജയരാജനോട് CPM കാണിച്ചത് ഒരു നീതി, നടൻ മുകേഷും MLA-യുമായ വ്യക്തിയോട് CPM കാണിക്കുന്നത് മറ്റൊരു നീതി. ഈ നീതികേടും നീതിയും തമ്മിലുള്ള ഒരു അന്തരമാണ് ഇപ്പോൾ CPM അണികൾ തന്നെ ചോദിക്കുന്നത്. എന്തായാലും ലൈംഗിക ആരോപണ പീഡന കേസുകൾ മലയാള സിനിമയിലെ നിരവധി താരങ്ങൾക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ നടിയായ യുവതി തന്നെ 7 പേർക്കെതിരെയാണ് പീഡന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഒരാൾ മുകേഷ്, മറ്റൊരാൾ നടൻ ജയസൂര്യ, മറ്റൊന്ന് മണിയമ്പിള്ള രാജു, ഒരാൾ ഇടവേള ബാബു, ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ, 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ എന്നിവർക്കെതിരെയാണ് പെൺകുട്ടി മൊഴി നൽകിയത്. മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ തന്നെ ഇവരുടെ എല്ലാം പേരുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസിനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇതുമാത്രവുമല്ല, ഓരോ ദിവസവും പുതിയ പുതിയ പരാതികളും ഈ മലയാള സിനിമാ മേഖലയിലെ പീഡനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായിട്ടുള്ളത് നടി ചാർമിള ഏഷ്യാനെറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തിയതാണ്. പരിണയം എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ ഹരിഹരന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മോശം ഇടപെടൽ. ആ മോശം ഇടപെടൽ തനിക്ക് നേരിട്ട് അനുഭവമില്ല, എന്നാൽ വിഷ്ണു എന്ന നടനോടാണ് ഹരിഹരൻ ചില കാര്യങ്ങൾ ഉന്നയിച്ചത്. അതായത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന നടിയാണോ ചാർമിള എന്ന് ഹരിഹരൻ ചോദിച്ചു. ആ ചോദ്യം വിഷ്ണു കൃത്യമായി ചാർമിളയോട് തിരികെ പറഞ്ഞു. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ആ സിനിമയിൽ തനിക്ക് വേഷം ഇല്ലാതായി. തനിക്ക് മാത്രമല്ല, സുഹൃത്തായ വിഷ്ണുവിനും വേഷം ഇല്ലാതായി. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നവർ തൻ്റെ സിനിമയിൽ മതി എന്ന നിലപാടാണ് അന്ന് ഹരിഹരൻ സ്വീകരിച്ചത്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു സംവിധായകനിൽ നിന്ന് ഇത്തരമൊരു അനുഭവം ഉണ്ടായപ്പോൾ അത് തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിനോട് നടി ചാർമിള വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിന് പിന്നാലെയൊക്കെ നിരവധി പരാതികൾ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു കോളിളക്കം. ആ കോളിളക്കത്തിന് പിന്നാലെ പല വർഷങ്ങളായി പീഡനം അനുഭവിച്ച, മാനസികമായി വേദന അനുഭവിക്കുന്ന, പിന്നീട് തുറന്നു പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത ആളുകൾ, വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന വീട്ടമ്മമാരായിട്ടുള്ളവർ, അവർ ഇപ്പോൾ ധൈര്യസമേതം പുറത്തു വരികയാണ്. എന്തായാലും സമൂഹത്തിൽ മലയാള സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകൾക്കെതിരെ വലിയ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നു.
പല പുഴുക്കുത്തുകളുടെയും തനിനിറം, പല നടന്മാരുടെയും സ്വഭാവം, തനിനിറം ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് കൃത്യമായ അവസരം. ഈ ഘട്ടത്തിൽ പലതും തുറന്നു പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കും, ജനങ്ങൾ അതിൽ തങ്ങളോടൊപ്പം നിൽക്കും, നിയമ സംവിധാനം തങ്ങളോടൊപ്പം നിൽക്കും എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ പല നടിമാർക്കും ഉണ്ടായിട്ടുണ്ട്, മലയാള സിനിമയിലെ പല സ്ത്രീകൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും തുറന്നു പറയുകയാണ്. ആ തുറന്നു പറച്ചിൽ ഓരോ മണിക്കൂറിലും മലയാള സിനിമാ പ്രേമികളെ ഞെട്ടിച്ചിരിക്കുന്നു. നമ്മളിങ്ങനെ വലിയ രീതിയിൽ അഭ്രപാളികൾ ആരാധിച്ചിരുന്ന ഈ വ്യക്തികളുടെ യഥാർത്ഥ മുഖം ഇങ്ങനെയാണോ, ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഇതാണോ എന്ന വലിയ ഒരു അന്താളിപ്പാണ് മലയാള സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദീദി ദാമോദരൻ ചോദിച്ചതുപോലെ ഇനി എത്ര സാക്ഷ്യങ്ങൾ ഉണ്ടാകണം, സർക്കാരിന് മുന്നിൽ ഇനി എത്ര സാക്ഷ്യങ്ങൾ വേണം ഇത്തരം വിഗ്രഹങ്ങൾക്കെതിരെ, ഇത്തരം അവതാരങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ? ഇപ്പോഴും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇപ്പോഴും ഈ അവതാരങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാരും പാർട്ടിയും ഒക്കെ സ്വീകരിക്കുന്നത്. എത്ര പേർക്കെതിരെ നടപടി ഉണ്ടായി? അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എവിടം വരെ എത്തി? അന്വേഷണ സംഘം എന്തുകൊണ്ട് ഈ ആരോപണ വിധേയരായ പ്രതികളെന്ന് ആരോപിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇവരെ വിളിച്ചു വരുത്തുന്നില്ല? അപ്പോൾ ഒരു തഴുകൽ സമീപനം, മൃദു സമീപനമാണ് ഈ ആരോപണ വിധേയർക്കെതിരെ, സിനിമാ നടന്മാർക്കെതിരെ അന്വേഷണ സംഘവും സ്വീകരിക്കുന്നത്. ഒരിക്കലും ഈ കേസിൽ നീതിപൂർവമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് ആരും തന്നെ കരുതുന്നില്ല. നീതിപീഠത്തിന്റെ, കോടതികളുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നീതിപൂർവമായ ഒരു അന്വേഷണം ഈ കേസിൽ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ താരങ്ങളെ, ഈ കോക്കസുകളെ, ഈ ഉന്നതന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഇവിടെ സ്വീകരിക്കപ്പെടുന്നത്. ഓരോ മണിക്കൂറിലും പുതിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വലിയ വെളിപ്പെടുത്തൽ, അത് രാധിക ശരത് കുമാറിൻ്റെതാണ്. ആ രാധിക ശരത് കുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. ഇന്ത്യയിലെ പത്രങ്ങൾ, ഇംഗ്ലീഷ്, ഹിന്ദി പത്രങ്ങൾ വരെ അത് വലിയ പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തു. കാരണം മലയാള സിനിമയിലല്ലാതെ മറ്റൊരിടത്തും ഇത്തരമുള്ള ചൂഷണം നടക്കുന്നില്ല. ബോളിവുഡിലോ അല്ലെങ്കിൽ ടോളിവുഡിലോ അല്ലെങ്കിൽ ഹോളിവുഡിലോ പോലും ഇത്തരത്തിലുള്ള ചൂഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ക്യാരവനിൽ, സിനിമാ സെറ്റിൽ ഒരു ക്യാരവനിൽ ഒളി ക്യാമറകൾ സ്ഥാപിക്കുന്നു. എന്നിട്ട് സ്ത്രീകൾ, നടിമാർ വസ്ത്രം മാറുന്നടക്കമുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു. അത് മൊബൈൽ ഫോണുകളിലേക്ക് പകർത്തുന്നു. അതിനുശേഷം ആ നടിമാരുടെ പേരുകളിട്ടുള്ള ഫോൾഡറുകളിൽ അവ സൂക്ഷിക്കുന്നു. പിന്നീട് ഈ നടന്മാർ, സെറ്റിലെ പുരുഷന്മാർ ഒന്നിച്ചിരുന്നത് കണ്ട് ആസ്വദിക്കുകയാണ്. അത്രത്തോളം ഹീനമായ, പ്രാകൃതമായ ചിന്താഗതിയുള്ള മനസ്സുള്ള ആളുകളാണ് ഈ ഇത്തരക്കാരെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് രാധിക ശരത് കുമാർ. അവരത് പറയുമ്പോൾ സ്വാഭാവികമായും അവർ അഭിനയിച്ച സിനിമകളിലായിരിക്കും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അവർ അവസാനമായി അഭിനയിച്ച 3 മലയാള സിനിമകളാണ്. ഒന്ന് ഇട്ടിമാണി, മോഹൻലാലാണ് നായകൻ. രണ്ടാമത്തത് രാമലീല, മറ്റൊന്ന് പവി കെയർ ടേക്കർ. അവസാനത്തെ 2 ചിത്രങ്ങളിലും നായകൻ ദിലീപാണ്. അപ്പോൾ ദിലീപിന്റെ സിനിമയിലാണോ അതോ മോഹൻലാലിന്റെ സിനിമയിലാണോ ഇത്തരം സംഭവം ഉണ്ടായത്? അതും അന്വേഷിക്കുകയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം. തെളിവുകൾ പുറത്തു വരട്ടെ, ഓരോ യാഥാർത്ഥ്യങ്ങളും പുറത്തു വരട്ടെ, ഇത്തരം കാപഠ്യ മുഖങ്ങളുടെ യഥാർത്ഥ മുഖങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്നത് തന്നെയാണ് ഇപ്പോഴുയരുന്ന ആവശ്യം.